ഹലോ ഹലോ ഗൈസ്. അപ്പോൾ ഇങ്ങനെയാണ് വിവോ ത്രീൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ തുടക്കം മുതൽ നമുക്ക് എന്താ പറയാം, വിവോ ത്രീ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, വിവോ ത്രീ എന്താണ് സംഭവം നമുക്ക് മനസ്സിലായാലും വിവോ ത്രീ എങ്ങനെ യൂസ് ചെയ്യാന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് വിവോ ത്രീ യൂസ് ചെയ്യുന്നത് എങ്ങനെ എടുക്കുന്നത് അതെല്ലാം അതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിവോ ത്രീ എന്ന് വെച്ചാൽ ആധുനിക എഐയുടെ ജനറേഷൻ, അതായത് ഉയർന്ന നിലവാരമുള്ള സിനിമാറ്റിക് വീഡിയോ ക്ലിപ്പുകൾ നിർമ്മിക്കാൻ അങ്ങനത്തെ സിനിമ ഇപ്പോൾ ഇതിനു മുമ്പ് പല ചില ഏത് നടന് പറയുന്നുണ്ട്. ഇപ്പോൾ വിവോ എ ഒരു ജഗതിയാണ് തോന്നുന്നത്, ജഗതി ശ്രീകുമാർ പറയുന്നുണ്ട്, ഇത് വന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ ആളെ വേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ചെറിയൊരു പ്രസ്താവന ഒരാൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ഡീപ് മൈൻഡിനെ കണ്ടുപിടുത്തി എഐയുടെ അതിരുകൾ വിസ്തരിക്കുന്ന വശത ഗൂഗിളിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരു സംഭവമാണ് ഗൂഗിൾ ഡീപ് മൈൻഡ് എന്ന്. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണിത്. അപ്പോൾ അത് നമ്മൾ വിവോ ത്രീയിൽ പോയാൽ, ഗൂഗിളിൻ്റെ ഇവിടെ പോയാൽ ഇവിടെ ഡീപ്പ് സെർച്ച് അങ്ങനെ കാണിക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഉൽപ്പന്നമാണെന്ത് ഈ സംഭവം. അപ്പോൾ വിവോ ത്രീൻ്റെ പ്രധാന ലക്ഷ്യം വെച്ചാൽ നേറ്റീവ് ഓഡിയോ ജനറേഷൻ. അപ്പോൾ അതിൽ ഓഡിയോ ഉണ്ടാവും. സോറയെ പോലെ നമുക്ക് എന്താക്കാം, അതിൽ നമുക്ക് ആവശ്യം വരുമ്പോൾ അതിലിട്ട് ടൂൺ ആഡ് ചെയ്യുക, എഫക്റ്റ് ആഡ് ചെയ്യുക, നമ്മൾ പറയുന്ന എന്ത് എഫക്റ്റ് അത് ആഡ് ചെയ്യുക. അത് സിനിമാറ്റിക് ഓഡിയോ ആണെങ്കിൽ ഓഡിയോ ചെയ്യുക, അങ്ങനെ ആഡ് ചെയ്യുക. പിന്നെ സിനിമാറ്റിക് വിഷ്വൽസ് ആണെങ്കിൽ അത് അങ്ങനെ നോക്കാം. പിന്നെ അതിൻ്റെ ലൈറ്റിങ്, ഇപ്പോൾ മഞ്ഞ നിറമാണോ ബ്ലാക്ക്, അങ്ങനെ നമുക്ക് പ്രോംപ്റ്റിൽ എന്താണ് ആഡ് ചെയ്യുന്നത് അതാണ് വരിക. അതാണ് എൻ്റെ ഫലമായിട്ട് കിട്ടുക. കൂടുതൽ കാര്യങ്ങളുടെ യോജിപ്പ് ക്ലിപ്പുകൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അതിന് സീൻ 2ലേക്ക് സീന് ഒന്നും കൂടി ഡീപ്പാക്കുന്ന അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ സൂക്ഷ്മപൂർവ്വമായിട്ട് മനസ്സിലാക്കുന്നത് ക്യാമറയുടെ ആംഗിളും ചലനങ്ങൾ, അങ്ങനെ വിഷ്വൽ ശൈലികൾ, വൈകാരിക ടോണുകൾ, പ്രത്യേക ഘടനകൾ, ചിത്രം ടു വീഡിയോ വൈബുകൾ, ഇമേജ് ടു ഇമേജ് ഗ്രൂപ്പ്, പിന്നെ ഫ്രെയിം ടു ഫ്രെയിം അങ്ങനെ സംഭവമുണ്ട്. ലിപ്സിങ്ങിങ് ഉണ്ട്, ഉയർന്ന ലെവൽ ഔട്ട്പുട്ട് കിട്ടും, അങ്ങനത്തെ പല. പിന്നെ ഗൂഗിൾ ഫ്ലോ ആണ് ഞാൻ കൂടുതൽ ഗൂഗിൾ വിഡ്സിൽ ഉപയോഗിക്കാം. ഗൂഗിൾ ഫ്ലോയിലേക്ക് ഇപ്പോൾ ജെമിനിയിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഇതാ കിട്ടും. ഗൂഗിൾ ഫ്ലോയിൽ പോകുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഗൂഗിൾ വിഡ്സിൽ അപ്പോൾ ഗൂഗിൾ ഫ്ലോ ആണ് ഞാൻ യൂസ് ചെയ്യല്. പിന്നെ എന്തുകൊണ്ടാണ് വിവോ ത്രീ ഗെയിം ചേഞ്ചർ, വീഡിയോ നിർമ്മാണത്തെ കൂടുതൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി വിവോ ത്രീയെ കാണുന്നു. മുമ്പ് വീഡിയോകൾ എഡിറ്റിങ്ങിലോ ചിത്രീകരണത്തിലോ നമ്മൾ എന്താകുന്ന പരിചയമുള്ളടക്കം മറ്റ് മാർക്കറ്റുകൾ, അധ്യാപകർക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ചില ഇൻഫ്ലുവൻസർ അങ്ങനത്തെ ഒറിജിനൽ വിഷയത്താണ്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഈ വിവോ ത്രീ എന്ന ഗൂഗിൾ ഗൂഗിളിൻ്റെ ഒരു പ്രസ്താവന. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതിലും വലിയ സംഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ ഒരു ചുരുക്കത്തിൽ വളരെ. അപ്പോൾ ആദ്യം ഗൂഗിൾ ജെമിനി എടുക്കുക, ഗൂഗിൾ വണ്ണിൽ ക്ലിക്ക് ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ വണ്ണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഗൂഗിൾ ഗെറ്റ് മോർ സ്റ്റോറേജ് അങ്ങനെ ക്ലിക്ക് ചെയ്യാം. അതിൽ ഗൂഗിൾ എ എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ട്രൈ ടു രണ്ട് സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ എ. ഇപ്പോൾ 1 month നോ ചാർജ്. അപ്പോൾ അതിന് ട്രയലിന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ഗെറ്റ് ടു അൾട്രാ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിനുശേഷം ഇവിടെ നമുക്ക് യു പി ഐ ആഡ് ചെയ്യാം. അപ്പോൾ യു പി ഐ ആഡ് ചെയ്യുന്നവർക്ക് യു പി ഐ ആഡ് ചെയ്യാം. പിന്നെ കാർഡ് ആഡ് ചെയ്യാം. ഞാൻ യു പി ഐ ആണ് യൂസ് ചെയ്തത്. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഗൂഗിളിൽ പോയിട്ട് അത് ഓട്ടോമേഷൻ ഓൺ ആക്കുക. ഗൂഗിളിൻ്റെ മെസ്സേജ് വരും. അപ്പോൾ അതിൽ ഓട്ടോമേഷൻ ഓൺ ആക്കിയ ശേഷം നമ്മൾ അവിടെ ഒരു സക്സസ് ആയൊരു സംഭവം കാണിക്കും. അതിനുശേഷം ഗൂഗിൾ ഫ്ലോ എന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഇതിലാദ്യം കാണിക്കുന്ന സൈറ്റ് എന്താക്കുക, ക്ലിക്ക് ചെയ്യുക.
അതിന് ക്രിയേറ്റ് വിത്ത് ഫ്ലോ ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്തതെല്ലാം ഇവിടെ ഉണ്ടാവും, ഇത് മേലെ ഉണ്ടാവും. അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇത് ടെസ്റ്റ് ടു ഇവിടെ ആകുമ്പോൾ ടെസ്റ്റ് ടു നമ്മൾ ജെമിനി തന്നെ ഈ ഗൂഗിൾ തന്നെ തരുന്നൊരു നമുക്ക് തരുന്ന ഒരു ഔട്ട്പുട്ടാണ് ടെസ്റ്റ് ടു വീഡിയോ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫ്രെയിമിൽ ഉണ്ടാക്കി അങ്ങനെ സ്വന്തമായിട്ട് ഒരു ഇമേജ് ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് ഇമേജ് അങ്ങനെ ആഡ് ചെയ്യാം. നമ്മളൊരു ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ സ്വന്തം ഇമേജ് വെച്ചിട്ട് ഉണ്ടാകും അങ്ങനെ ആഡ് ചെയ്യാം. അതിനുശേഷം പ്രോംപ്റ്റ് എന്താക്കുക കൊടുക്കുക. ഉദാഹരണത്തിന് ഇത് ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ജനറേറ്റ് ഇടുക. അപ്പോൾ ഇത് ഏത് ആൾക്കാർക്കും യൂസ് ചെയ്യാൻ ഈസി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആഡ്സ് ചെയ്യുന്നവർക്കും ഏത് ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ ഒരു സിമ്പിൾ ഒരു പരിപാടിയാണ് ഈ ഗൂഗിൾ VO3. ഗൂഗിൾ നമുക്ക് തന്നൊരു ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഏത് സാധാരണക്കാർക്ക് ഉണ്ടാക്കാനും പറ്റും, ഏത് ബിസിനസ്മാനും ഒരു ആഡ് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അത് ചെറിയൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കുന്നത് നോളജ് മാത്രം കിട്ടും. ഇതുണ്ടായാലും നമുക്കിത് എല്ലാവർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഒരു AI വീഡിയോ ജനറേഷൻ. ഇപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു ഔട്ട്പുട്ടാണ്. Some moments don't rate me. Don't need much. Some moments. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോംപ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട സംഭവങ്ങളാണ് ഈ ഒരു ഇത് സബ്ജക്റ്റ് ഉണ്ടാകണം. അപ്പോൾ ഏത് പേഴ്സണാണ് പേഴ്സൻ്റെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. പിന്നെ കോണ്ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഏതാണ് വേണ്ടത് ആഡ് ചെയ്യണം. ആക്ഷൻ എങ്ങനത്തെ ആക്ഷനാണ്, വോൾക്കിങ്ങോ റണ്ണിങ്ങോ ടേണിങ്ങോ ഹാൻഡ് അങ്ങനെ സ്റ്റൈല്. പിന്നെ ക്യാമറേൻ്റെ മോഷൻ ഏത് ക്യാമറേൻ്റെ മോഷൻ ഹൈ ലെവൽ, പിന്നെ ടോപ്പ് ഡൗൺ ഷോട്ടോ ലോ ആംഗിൾ ഷോട്ടോ അങ്ങനെ. പിന്നെ കോമ്പോസിഷൻ പിന്നെ ഏത് ഫ്രെയിമിൻ്റെ സംഭവം ക്ലോസപ്പ് എക്സ്ട്രീം ക്ലോസപ്പ്, പിന്നെ ആംബിയൻസ്, പിന്നെ കളറ് ലൈറ്റ് അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ബ്ലൂ ടോൺസോ നൈറ്റോ വാർമോ ടോൺസോ അതെല്ലാം എന്താക്കണം പ്രോംപ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ ഇത് ആഡ് ചെയ്യണം. ഇതൊരു മസ്റ്റായിട്ടും വേണം. പിന്നെ ഏത് ലാംഗ്വേജ് ആണോ ലാംഗ്വേജ് അതൊക്കെ ഈ പ്രോംപ്റ്റിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഗൂഗിളിൻ്റെ ഈ സൈറ്റിൽ പോയാൽ googlecloud.comൻ്റെ ഈ vertex.ai ജനറേറ്റ് അങ്ങനെ അവിടെ പോയാൽ നമുക്ക് എന്താ പറഞ്ഞു തരാം. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു സംഭവം ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെ ആഡ് സീനാക്കിയാൽ ഇത് ഒന്നും കൂടി ഇതിന് ശേഷം വേറൊരു സീന് ഫ്ലോ ആയിട്ട് കിട്ടണമെങ്കിൽ ഇതാക്കണം. ഇവിടെ അടുത്ത് നമുക്ക് എന്താക്കാം ഫ്ലക്സ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൽ എക്സ്ട്രീമും ജമ്പും അങ്ങനെ സംഭവം ഉണ്ടാവും.
അപ്പോൾ നമുക്ക് എക്സ്ട്രീം കാണുമ്പോൾ ഫ്ലോ ആയിട്ട് കിട്ടും. അപ്പോൾ ജമ്പ് നടപ്പോൾ ഈ സീൻ ഉണ്ടാവില്ല, അടുത്ത സീനിലേക്ക് എന്താവും ജമ്പോ ഈ സീനിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക്. അതുപോലെ തന്നെയാണ് ഒരു ഓപ്ഷനാണ് ഈ പ്ലസ് ഐക്കൺ. ഈ പ്ലസ് ഐക്കൺ എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഇങ്ങനെ ഒരു ഇമേജ്, ഈ ഒരു സംഭവമാണ് വേണ്ടത്. അപ്പോൾ ഇതിന് ഇവിടെ ഫ്ലെക്സ് ഐക്കൺ വെച്ചാൽ നമുക്ക് ഈ ഇമേജ് എന്താ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഇമേജ് എന്താക്കാം നമുക്ക് കൊടുക്കാം. ആ ഇമേജ് എന്താണെന്നാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ അവിടെ ജനറേറ്റ് ഇമേജ് എന്ന ഓപ്ഷൻ നമുക്ക് സ്വന്തമായിട്ട് ഇമേജ് എന്താ ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലിടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുത്ത ഇതാണ്, ഈ ഒരു സംഭവമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വരും. അതിനുശേഷം അത് എന്താക്കാം, അത് വേറൊന്നും കൂടി ഉണ്ടാകാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഡൗൺലോഡ് ആക്കേണ്ട ഓപ്ഷൻ. പിന്നെ ഇതിൻ്റെ VO3ൻ്റെ VO2 ആകുമ്പോൾ അതിൻ്റെ ഓഡിയോ ഒന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഔട്ട്പുട്ട് 2 എണ്ണം വേണമെങ്കിൽ ഇത് വേറെ ഇത് സെയിം തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ അങ്ങനെ 4 ഔട്ട്പുട്ട് അങ്ങനെയെല്ലാം കൊടുക്കാം ഓപ്ഷൻ. അപ്പോൾ ഞാനൊരു ഔട്ട്പുട്ട് കുഴപ്പമില്ല, നമ്മളെ ക്രെഡിറ്റ് ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം ഫുള്ള് കുറഞ്ഞു പോകും. VO3 പിന്നെ VO2 ഫാസ്റ്റ് നോ ഓഡിയോ, VO3 ക്വാളിറ്റി. അപ്പോൾ ഇതിൽ എന്താ ഓഡിയോ കിട്ടും. VO3 ക്വാളിറ്റിയിലും ഓഡിയോ കിട്ടും. ശരി, VO2ൽ എന്താവില്ല, ഓഡിയോ കിട്ടില്ല. ശരി, നമുക്ക് എന്താ ജനറേഷൻ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ VO2ലുണ്ട്. പിന്നെ നമുക്ക് അറേഞ്ച് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ഇത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇവിടെ അടുത്ത ഫ്രെയിം ഉണ്ടെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് ഇപ്പുറത്ത് വേണമെങ്കിൽ അങ്ങനെ ഇതിൽ നിന്ന് എന്താക്കുക എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. VO3നെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം.